ഉച്ചയുറക്കം കഴിഞ്ഞ് അങ്ങോട്ട് എഴുന്നേറ്റതാണ് മുത്തുമണീസ്. ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. കല്യാണത്തിന് പോയിട്ട് വന്ന് ഞങ്ങൾ ബിരിയാണിയൊക്കെ തിന്നിട്ട് നല്ല ഒരു ഉറക്കം അങ്ങ് പാസ്സായി. അപ്പോൾ ഇന്ന് രാവിലെ അണ്ണൻ പറഞ്ഞു ചീനിയും പോത്തിറച്ചിക്കറിയും കഴിച്ചിട്ട് കുറേ ദിവസമായിരുന്നു. അപ്പം രാവിലെ തന്നെ അണ്ണൻ പോയി ചീനിയും ഇറച്ചിയൊക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഞങ്ങൾ കല്യാണത്തിന് പോയത്. അപ്പോൾ ആഗ്രഹിച്ച ആൾ തന്നെ ചീനിയൊക്കെ അങ്ങ് തൊലിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ ദേ അണ്ണൻ വൈകുന്നേരം ചീനിയൊക്കെ തൊലിച്ച് പീസാക്കി തന്നു. അപ്പോൾ അത് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലങ്ങ് ഇട്ടു. അപ്പോൾ ദേ നമ്മുടെ പോത്തിറച്ചി കുറേ നെയ്യ് ഇട്ട് തന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ ഇറച്ചിക്കറിക്കകത്ത് ഇടൂല കേട്ടോ, നെയ്യ് കൂടി പോയാൽ കൊള്ളൂലല്ലോ. അപ്പം ഞാനതങ്ങ് എടുത്ത് കളയും. അപ്പം വൈകുന്നേരം ദേ അമ്മ കിടക്കാൻ വന്നു. പൊന്നൂസ് മോണ്ടനും വീട്ടിലായിരുന്നു കേട്ടോ, കളിക്കാൻ പോയതാണ്. അപ്പോൾ ദേ അണ്ണൻ കുറേ ബേക്കറി സാധനവും പാലും പൊന്നൂസിനും മോനുക്കുട്ടനും മുട്ടായി അങ്ങനെ സാധനങ്ങളെല്ലാം ഓരോന്നോരോന്നായിട്ട് അടിക്ക് പറക്കി വെച്ചു. ഞാൻ അമ്മയോട് പറഞ്ഞു രാത്രി വരുമ്പോൾ കുറച്ച് കറിവേപ്പില വെച്ചുകൊണ്ട് വരണേ. വീട്ടിൽ വലിയൊരു മരം പോലെയാണ്, ഇവിടെ ഒന്നും ഇല്ലല്ലോ, ഞാൻ കുഞ്ഞൊരു കറിവേപ്പില കൊണ്ട് വെച്ചേക്കുന്നതല്ലേ ഉള്ളൂ. അപ്പം ഞാൻ ഇതുപോലെ ഇതളായിട്ട് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ അടച്ച് വെക്കും കേട്ടോ, കറി വെക്കുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേ കറി വെക്കാൻ തുടങ്ങി. രാത്രിത്തെ വിശപ്പ് വിളി തുടങ്ങി. പൊന്നൂനാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നതിന് ഭയങ്കര വിശപ്പാണ്. 16 വട്ടം അടുക്കളയിൽ വന്ന് ചോദിക്കും അമ്മ റെഡിയായോ എന്ന്. അപ്പോൾ ദേ അമ്മ ഇറച്ചിയൊക്കെ കട്ട് ചെയ്ത് തന്നു. ചീനി വെന്തു. ഞാൻ ഇറച്ചിക്കറിക്കുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങി. പിന്നെ പൊന്നൂസിൻ്റെ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് ഒരു ബട്ടർ ബന്ന് കൊടുത്തു. എനിക്കും അണ്ണനും ഭയങ്കര ഇഷ്ടമാണ്. പൊന്നും കഴിക്കും, പക്ഷേ മോനുകൂട്ടം പകുതിയെ കഴിക്കട്ടോ. അപ്പോൾ ഇതിഷ്ടമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ മുത്തുമണീസ്. അങ്ങനെ ചെയ്ത് നല്ല ഒത്തിരി തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് നമ്മുടെ ഇറച്ചിക്കറി സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഞാൻ മസാലയൊക്കെ ചൂടാക്കി എടുത്തു. അണ്ണനും കൂടെ വന്ന് ഹെൽപ്പ് ചെയ്തു. ചീനിയൊക്കെ അങ്ങോട്ട് ഉടച്ചെടുത്ത് ഇതേ നല്ല പോത്തിറച്ചിക്കറി. ഒരുപാട് ചാറ് വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അത് മീൻകറി ആയാലും ഇറച്ചിക്കറി ആയാലും കുറുകി നിൽക്കണം. എന്നിട്ട് നല്ല ചൂടോടെ ഞങ്ങൾ എല്ലാവരും കൂടി കഴിച്ചു. എൻ്റെ പൊന്നെ ഇപ്പോഴും വായിൽ വെള്ളം വരുന്നു.